നമസ്കാരം, ഞാൻ ഡോക്ടർ ശൈലജൻ. ഞാൻ മഞ്ജു ശൈലജൻ. ഹോമിയോപ്പതിയെ പറ്റി പൊതുസമൂഹത്തിന് നിലവിലുള്ള ചില ധാരണകൾ, എല്ലാവർക്കും അല്ല, ചിലർക്കുള്ള ചില സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങളെ ചോദ്യരൂപത്തിൽ ഉന്നയിക്കുന്നു, ഞങ്ങളതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നു. അതാണ് ഈ ഒരു പ്രോഗ്രാം. ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഹോമിയോ മരുന്ന് അതിൻ്റെ വീര്യം നേർപ്പിക്കും തോറും കൂടും, അങ്ങനെയുള്ള ഏക വസ്തുവാണ് ഹോമിയോ മരുന്ന് എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ആക്ഷേപമായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും കാര്യം സത്യമാണ്. പക്ഷേ ആക്ഷേപിക്കുന്നവർ അതിനെ പരിഹസിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് അശാസ്ത്രീയമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. എങ്കിലും ഹോമിയോപ്പതി മെഡിസിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നേർപ്പിക്കും തോറും വീര്യം കൂടുന്ന ലോകത്തെ ഒരേ ഒരു ഔഷധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരുന്നിൻ്റെ ശക്തിയുള്ള ഒരു മരുന്ന് എന്ന് പറയുന്നത് ഹോമിയോപ്പതി തന്നെയാണ്. അതിൻ്റെ പ്രോസസ്സുണ്ട്. അതിന് പൊട്ടൻറ്റൈസേഷൻ, ഡൈനമൈസേഷൻ, മാസറേഷൻ, പെർക്കുലേഷൻ, അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന ഒരു കുറേ മരുന്നുകളുടെ ഒരു സമാഹാരം തന്നെയാണ് ഹോമിയോപ്പതി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി അതിൻ്റെ ശാസ്ത്രീയത, അതിൻ്റെ കെമിസ്ട്രി ഒരുപക്ഷെ മഞ്ജുവിന് നന്നായിട്ട് പറയാൻ പറ്റും. അതൊന്ന് പറയും. നേർപ്പിക്കും തോറും വീര്യം കൂടുന്നുള്ള സത്യമാണെന്ന് പറഞ്ഞില്ലേ, അത് ശാസ്ത്രീയമായിട്ട് സത്യം തന്നെയാണ്. പക്ഷെ ഏത് രീതിയിലാണ് വീര്യം എന്നുള്ളത് അതിൻ്റെ ആക്ടിവിറ്റിയാണ്. അതിൻ്റെ കെമിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ മെഡിസിനൽ ആക്ടിവിറ്റി എന്താണോ അതിൻ്റെ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിക്കാണ് വ്യത്യാസം വരുന്നത്. അപ്പം അതിന് എനിക്ക് ഡോക്ടർ ഹാനിമാനെ ഞാൻ ഒരുപാട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ കാലഘട്ടത്തിലെ വളരെ വലിയ ഒരു ജീനിയസ് ആയിട്ടുള്ള ആളായിരുന്നു ഹാനിമാൻ എന്നുള്ളത്. അതെ, അതിന്റെ കാരണം അദ്ദേഹം ഇതിലെ ഈ ഒരു ഡൈല്യൂഷനിൽ ഉപയോഗിച്ചിരുന്നത്, ഒന്നാമത്തേത് കാര്യം ഈ സൊല്യൂഷൻ എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്, ഇവിടെ സൊല്യൂഷൻ എന്നുള്ളതിലെ സൊല്യൂട്ട് നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിനാണ്. അതുപോലെ സോൾവെന്റ് എന്നുള്ളത് 20% എഥനോൾ വാട്ടർ, അങ്ങനെയല്ലേ? 20% മുതൽ 30% വരെ ആവാം അതിന്റെ കോൺസെൻട്രേഷൻ ബൈ വോളിയം. അപ്പം ഈ സൊല്യൂഷന്റെ പ്രത്യേകത, ഏതൊരു സൊല്യൂഷന്റെയും പ്രത്യേകത, അതിന്റെ പ്രോപ്പർട്ടീസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ആ സൊല്യൂഷനിൽ മുഴുവനായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ആവും. പിന്നെ എക്സാമ്പിള് ഉപ്പ്. പക്ഷെ ആ ഉപ്പ് എല്ലായിടത്തേക്കും ആ ഉപ്പിന്റെ ടേസ്റ്റ് ഒരേപോലെ എന്താവുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട്, അല്ലെ, പരക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസോൾവ് ആകുന്നുണ്ട്. അതിന്റെ പ്രോപ്പർട്ടി. അതെ, പ്രോപ്പർട്ടി. അപ്പൊ ഇദ്ദേഹം, ഈ ഹാനിമാൻ ഡൈല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രോപ്പർട്ടിയെ സൊല്യൂഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇനി എന്തിനാണ് ഡൈല്യൂഷൻ എന്ന് ചോദിച്ചാൽ, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഡൈല്യൂഷൻ വരുമ്പോഴേക്കും സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നന്നായിട്ട് അകലും. അപ്പോൾ ഈ സൊല്യൂട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട്. അത് അട്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സസ് ആവാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആവാം. ഇവിടെ സംഭവിക്കുന്ന ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അതെ, ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷെ ഡോക്ടർ ഹാനിമാൻ ശ്രമിച്ചത് ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താനാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് കഴിയില്ല. കാരണം ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ് ആണ്. അതെ, അതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ 0 ആവുക എന്നുള്ളതാണ്. അത് ഒരിക്കലും പോസിബിൾ അല്ല. നമ്മൾ എത്ര ഡൈല്യൂട്ട് ചെയ്താലും ഒരിക്കലും അതിലേക്ക് നമുക്ക് അത് അറ്റൈൻ ചെയ്യാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ് ആണ്. ഇനി എന്താണ് ഈ ഒരു ഇൻഫിനിറ്റ് ഡൈല്യൂഷന്റെ പ്രത്യേകത? അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നത്, ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നത് ആ ഒരു സ്റ്റേറ്റിലായിരിക്കും. അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇത്രയൊക്കെ പറയാൻ കഴിയുള്ളൂ. ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് ഒക്കെ 1 ആവുക, അതാണ് ഇത്രയും ഡൈലൂട്ട് സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് 1 ആവുക എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തണമെങ്കിൽ ഇൻഫിനിറ്റി ഡൈലൂഷൻ വേണം. പക്ഷെ അതിലേക്ക് എത്താൻ കഴിയില്ല ആർക്കും. ഏകദേശം നമുക്ക് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അത് നന്നായിട്ട് ഒരു പഠന വിഷയമാണ്. അതിനെപ്പറ്റി കൂടുതൽ വായിക്കാനും അറിയാനും ഇടയാവട്ടെ എന്ന് ഞാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നിർത്തുന്നതിന് മുമ്പ്, ഈ ഒരുപാട് നാളായല്ലോ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ തന്നെ ഒരുപാട് അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. വലിയ സന്തോഷത്തോടെ പറയുന്നത്, പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ. ഒരുപാട് നാളായിട്ട് ഓരോ ആളുകളെ വിട്ടുമാറാത്ത അസുഖങ്ങൾ സുഖപ്പെടുത്തുന്നതിൻ്റെ ഒരു സന്തോഷം എൻ്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം
പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും? ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് ഇപ്പോൾ വളരെ റീസെൻ്റ്ലി എനിക്ക് ഓൺലൈനിലൊക്കെ ഒരുപാട് കേസുകളുണ്ട്. അത്തരത്തിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ കേസുകൾ കൈകാര്യം ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ചാലക്കുടിയിലുള്ള ഒരു കുട്ടി, ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ജനിച്ച് ആഹാരം കഴിക്കാൻ തുടങ്ങിയ സമയം മുതൽ അലർജിയാണ്. ഒരു സാധനം കഴിക്കാൻ വയ്യ. മുട്ട പറ്റില്ല, പാല് പറ്റില്ല, ഇറച്ചി പറ്റില്ല, അങ്ങനെ ഒരു സാധനവും എന്ത് കഴിച്ചാലും. ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. 1-2 ആഹാരമൊക്കെയാണ്, പിന്നെ ടൈപ്പ് ആഹാരമൊക്കെയാണ് കഴിക്കാൻ പറ്റും. എന്ത് കഴിച്ചാലും ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുക, കണ്ണ് സഹിതം ഒരു വരയിട്ടതുപോലെ വന്ന് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു വിട്ടതാണ്. അത് നമുക്ക് വളരെ നന്നായി ക്യൂർ ചെയ്യാൻ പറ്റി. അത് ശരിക്കും ഹോമിയോപ്പതിയുടെ ഒരു മിറക്കിൾ തന്നെയാണ്. ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് നമുക്ക് ഒരുപക്ഷെ വളരെ നിസ്സാരമായിട്ട് തന്നെ ഇത്തരം പല അസുഖങ്ങളും പൂർണ്ണമായിട്ടും റൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അസുഖങ്ങളാൽ വിഷമിക്കുന്ന ഒരു സമൂഹം നമുക്ക് മുമ്പിലുണ്ട്. അവരിലേക്ക് ഇത്തരം വാർത്തകൾ എത്തട്ടെ എന്നുള്ള ഒരു നല്ല ആഗ്രഹത്തോടെ നമുക്ക് ഞാൻ കൺക്ലൂഷന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇത് തന്നെയാണല്ലോ ഒരു മെഡിസിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ഇത് എത്രമാത്രം പോസിറ്റീവ് റിസൾട്ട് അതിൻ്റെ സിക്ക് പീപ്പിളിനുണ്ടാക്കി എന്നുള്ളതാണ്. ആ രീതിയിൽ വരുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും സർജിക്കലായിട്ട് മാറ്റേണ്ട ഒരുപാട് അസുഖങ്ങൾ, ഇപ്പം നേസൽ പോളിപ്പസ്, ടോൺസിലർ ഹൈപ്പർട്രോഫി, അതുപോലുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് അലോപ്പതി സർജറി നിശ്ചയിച്ചിട്ടുള്ള പല കേസുകളും എന്നെപ്പോലുള്ള ഒരുപാട് ഹോമിയോ ഡോക്ടർമാർ ഞാൻ ഉൾപ്പെടെയുള്ളവർ മരുന്ന് കൊടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ സന്തോഷം ഈ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മഹത്തരമായ ഒരു ദാർശനികതയുണ്ട് എന്ന് പറയാൻ സന്തോഷത്തോടു കൂടി പറ്റുന്ന അവസ്ഥയാണ്. അപ്പം നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു.